ഹായ് സുന്ദരീസ്. അപ്പോൾ ഒരു 5 മിനിറ്റിൽ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കണം, കാരണം വെക്കേഷൻ അല്ലേ. അപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുക. വെള്ളം കുടിച്ച് ബ്രഷ് ചെയ്ത് വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ചു, ഒരു 4 കുപ്പിയിലാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും കുടിക്കാൻ. ഇമ്മക്കുട്ടിക്കാണെങ്കിലും പിന്നെ മടിയാവും. ഇമ്മയ്ക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ ദോശയും മുട്ടയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും. ഇത് ഗീ കോഫിയാണ്. അത് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ തലേദിവസം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡിയായി നമ്മൾ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായി ശരിക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട്, കാരണം എൻ്റെ ട്രെയിനർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാർഡിയോ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എനിക്ക് അറിയാവുന്ന പോലെ ചരമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും എന്നിൽ കാണാനുണ്ട്. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാൾ മിസ് ചെയ്യുകയും ചെയ്തുല്ലോ ജിം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുഷപ്പ് എടുക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് സങ്കടമായി, പക്ഷെ സാരമില്ല, നമ്മൾ വീണ്ടും എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് എത്തിയപ്പോൾ ഇമ്മക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇമ്മക്കുട്ടീനെ എണീപ്പിച്ച് റെഡിയാക്കി. ഇമ്മക്കുട്ടിക്ക് വെക്കേഷൻ അബാക്കസ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അബാക്കസ് ക്ലാസ്സിന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിന് പോകണം. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഇപ്പോൾ 10:05 ഞാൻ അതിൻ്റെ ഇടയിൽ കുളിച്ചു കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് എന്താ സ്കിൻ കെയർ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടും, വീട്ടിലാണെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടീനെ ക്ലാസ്സിന് കൊണ്ടാക്കി വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് അമ്മയും കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് പാല് മേടിച്ചു. പിന്നെ ഞാൻ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അത് കുടിച്ച് ഇനി എനിക്ക് വിറ്റമിൻ ഡി കുറവുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നട്ടപ്പുറ വെയിലത്ത് എപ്പോഴും നടക്കുന്ന. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്കൊരു സ്കിൻ അലർജി ഉണ്ട്. അതിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചു കേട്ടോ. അതിനുശേഷം പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇന്ന് പ്രോപ്പർ ഷൂട്ടാണ്, അത് ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുടിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റാക്കിയിരിക്കണം. അപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്തു. അപ്പോൾ അത്രയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇമ്മക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സമയമായി. 11:30 ആയിട്ടോ സമയം. അപ്പോൾ ഞാൻ മുടി പറക്കാണ്ടിരിക്കാൻ ഹൂഡിയൊക്കെ ഇട്ടിട്ടാണ് പോണേ. വെയിൽ, തീക്ഷണമായ വെയിലായിരുന്നു. എന്തായാലും ഇമ്മക്കുട്ടീനെ കൂട്ടി അങ്ങനെ ഇമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ നമുക്കൊരു കുട്ടി ത്രിഫ്റ്റ് സ്റ്റോർ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു. ഒരു 1.5-2 മണിക്കൂർ അങ്ങനെ പോയി. എന്നിട്ട് അമ്മ അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രേമലു കണ്ടിട്ട് ഫ്രൈഡ് റൈസും മീൻകറി, നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടതാണ്. അത് എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായത്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റിൽ നോക്കി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇതാക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ കോൺടാക്ട് ലെൻസ് വെച്ചില്ല എന്നുള്ളത്. അതെനിക്കൊരു ലുക്കിന് വേണ്ടി ആവശ്യമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അത് ഓർത്ത് അതൊക്കെ വെച്ച് അപ്പോഴേക്കും ക്യാമറാമാൻ വന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുക, പക്ഷേ ഇത് ബ്രാൻഡിൻ്റെ ഷൂട്ടായതുകൊണ്ട് ഒരു പ്രൊഫഷണലി ആവാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 റീലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു ഷോർട്സിനുള്ളതും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇമ്മക്കുട്ടി ഞങ്ങളെ കൂടെ ഇരിക്കും. എൻ്റെ കൂടെ ഇരുന്ന് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വന്ന് ഷൂട്ട് നിർത്തി. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ഗ്രീക്ക് യോഗട്ട് കഴിക്കും കേട്ടോ. ആ സമയത്ത് ഇമ്മക്കുട്ടിക്ക് ഒരു ഹോം ട്യൂഷൻ ഉണ്ട്, മലയാളമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ മലയാളം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഹോം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഇമ്മക്കുട്ടി ട്യൂഷൻ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇത് ഡിന്നർ അങ്ങനെ പ്രിപ്പയർ ചെയ്യും. അത് ഓട്സും ഇത് സവോളയും തക്കാളിയും പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ഇടാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ അധികം ഉണ്ടായില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മുട്ടയും പാലും അതേപോലെ ഇത് പെപ്പറും ഉപ്പും അതൊക്കെ ഇട്ടിട്ട് ദോശയുടെ മീതെ അത് പരത്തിയെടുക്കും കേട്ടോ. ഞാൻ കറിയൊന്നും ഉണ്ടാക്കാറില്ല, ഞാൻ ഉണ്ടാക്കാറില്ല. അല്ലെങ്കിലും അതുണ്ടെങ്കിൽ തന്നെ അമ്മയാണ് ഉണ്ടാക്കുക കറി. ഞാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത് വേറൊക്കെ കുക്ക് ചെയ്യണത്. അതല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ കിച്ചൺ കൂടുതൽ യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകുകയും വൃത്തിയാക്കി ഞാൻ ഇമ്മക്കുട്ടിയും കൂടി തുണികളൊക്കെ തോരിയിടാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര കുറച്ചധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്തുണ്ടായെന്നറിയോ, നമ്മൾ ഇവിടെ പോയില്ലേ കൊടൈക്കനാലൊക്കെ പോയിട്ട് കുറേ വാഷ് ചെയ്യാണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു 2-3 ദിവസം. അപ്പം അങ്ങനെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇമ്മക്കുട്ടി ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ 2 കൂടി ഫുള്ള് തോരിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ, ഇമ്മക്കുട്ടിക്ക് സ്കിൻ കെയർ ഒന്നുമില്ല, ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞങ്ങൾ കാർഡ്സ് കളിക്കും. കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരിക്കും. അത് ഞങ്ങൾ നിർബന്ധമായിട്ടൊരു 1 മണിക്കൂറോളം ചെയ്ത് ഒരു 11 മണിക്ക് നമ്മൾ ഫ്ലാറ്റ് ഞാൻ കിടന്ന ടിഷം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോകട്ടെ.